ഹലോ, അസ്സലാമു അലൈക്കും. എടാ, 8ാം ക്ലാസ് അറബിക്കിൻ്റെ ഓണം പരീക്ഷയിൽ ഷുവറായി വരാൻ സാധ്യതയുള്ളതും പല കുട്ടികൾക്ക് പ്രയാസമുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക് യൂസ്ഫുൾ ആവേ. യെസ്, നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ അറബിയിൽ 2 വാക്ക്, ഈ ചോദ്യത്തിലേക്ക് നമുക്ക് പോകട്ടെ. അത് കഴിഞ്ഞോളം ചോദിച്ച ചോദ്യമാണ്, പക്ഷേ അതിന് മുമ്പ് ഇതിന് ഗ്രാമർ ഒന്ന് മനസ്സിലാക്കാം. 2 വാക്കുകളെ തമ്മിൽ ചേർത്ത് എഴുതുമ്പോൾ അറബിയിൽ ചില റൂൾസ് ഉണ്ട്. നോക്കാം നമുക്ക്. ഇപ്പോൾ അൽ ബാബ് എന്ന് പറഞ്ഞ വാതിൽ, അൽ മസ്ജിദ് എന്ന് പറഞ്ഞ പള്ളി, 2 വാക്കാണല്ലോ. നമ്മളത് ചേർത്ത് ഒറ്റ വാക്കാണ്, പള്ളിയുടെ വാതിൽ എന്നാക്കാണ്. അങ്ങനെ 2 വാക്കിനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ വാക്കിന് ഒരിക്കലും ഒന്നുണ്ടാകാൻ പാടില്ല, അല്ലുണ്ടാകാൻ പാടില്ല. അപ്പോൾ ബാബു എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ റൂൾ എന്താണ്? ഒന്നാമത്തെ വാക്കിന് എന്ത് ചെയ്യരുത്? ഒന്നാമത്തെ റൂൾ എന്താണ്? അല്ലേ, ഫസ്റ്റ് വാക്ക് അല്ലേ, ഫസ്റ്റ് വാക്കിന് അതിന് മുലാഫ് എന്നാണ് പറയുക. പക്ഷെ നമ്മൾ അങ്ങനെ ഫസ്റ്റ് വാക്കിന് എന്ത് ചെയ്യണം? അല്ല് പാടില്ല, അല്ല് ഒഴിവാക്കണം. അതാണ് ഫസ്റ്റ് റൂള്, അല്ല് പാടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, ബാബ് അല്ലേ, ബാബുന്ന് എഴുതണം. രണ്ടാമത്തെ റൂൾ എന്താ അറിയോ? രണ്ടാമത്തെ വാക്കിന് കസ്റാവണം. ബാബുൽ മസ്ജിദി എന്നാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ റൂൾ എന്താണ്? രണ്ടാമത്തെ നിയമം, സെക്കൻഡ് വാക്കിന് എന്താവണം? കെസർ ആകണം. ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഒന്നാമത്തെ വാക്കിന് അല്ല് പാടില്ല, രണ്ടാമത്തെ വാക്കിന് എന്താവണം? കെസറാണ്. ബാബുൽ മസ്ജിദി എന്ന് എഴുതി. ഓക്കെ, ഇനി മൂന്നാമത്തെ റൂള് പറഞ്ഞതിന് മുമ്പ് മനസ്സിലാക്കാം. ബാബാനി എന്ന് പറഞ്ഞാൽ ബാബു എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ, ബാബാനി എന്ന് പറഞ്ഞാലോ 2 വാതിൽ. കിതാബ് ഒരു ബുക്ക്, കിതാബാനി 2 പുസ്തകം. കലം ഒരു പേന, കലമാനി 2 പേന. അപ്പോൾ 2 സൂചിപ്പിക്കുന്ന നൂന് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? റൂൾ എന്താ? നിങ്ങൾ അത് നമ്മൾ ഈ കൂട്ടിയതും ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അൽ ബാബാനി എന്നല്ല, അപ്പോൾ അല്ല് ഒഴിവാക്കണം ഓൾറെഡി. അപ്പോൾ എന്ത് ചെയ്യണം? ബാബാനിയിൽ ഈ നൂന് ഒഴിവാക്കണം. എന്തൊക്കെ ഒഴിവാക്കണം? ഒന്നാമത്തെ വാക്കിൽ 2 സൂചിപ്പിക്കുന്ന ബാബാനി, കിതാബാനി, കലമാനി എന്നൊക്കെ വരുന്ന വാക്കുണ്ടാവില്ല, അത് വരികയാണെങ്കിൽ ആ നൂനിനെ ഒഴിവാക്കണം. അപ്പോൾ ബാബ അൽ മസ്ജിദി എന്ന് എഴുതണം. ബാബ അൽ മസ്ജിദി എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെ റൂള്? മൂന്നാമത്തെ റൂൾ എന്താണ്? മൂന്നാമത്തെ റൂള് 2 സൂചിപ്പിക്കുന്ന നൂനിനെ ഒഴിവാക്കണം. ഇത് 3 റൂള് മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, ഒരു റൂൾ എന്താണ്? ഒന്നാമത്തെ വാക്കിന് അല്ല് പാടില്ല. മുലാഫ് എന്ന് ഒന്നാമത്തിന് പറയുന്നത് അല്ല് പാടില്ല. അപ്പോൾ ഒന്നാമത്തെ വാക്കിന് എപ്പോഴും കൂട്ടി എഴുതുമ്പോൾ അല്ല് ഒഴിവാക്കി എഴുതണം. രണ്ടാമത്തെ വാക്കിൽ ഇവിടെ അല്ലുണ്ടെങ്കിൽ അല്ലിട്ടൂടെ, ഇവിടെ അല്ലില്ലെങ്കിൽ അല്ലിടണ്ട. രണ്ടാമത്തെ വാക്ക് എപ്പോഴും എന്തായിരിക്കണം? കെസ്റാകണം. ബാബുൽ മസ്ജിദി എന്ന് വന്നു അല്ലേ, ബാബുൽ മസ്ജിദി. ഇനി ബാബാനി എന്ന് വന്നാലോ ഒന്നാമത്തെ വാക്കിൽ 2 സൂചിപ്പിക്കുന്ന നൂനുണ്ടെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യണം? ആ നൂനിനെ ഒഴിവാക്കണം. അപ്പോൾ അവിടെ അല്ല് ഒഴിവാക്കി നൂന് ഒഴിവാക്കുക. അപ്പോൾ ബാബാ മസ്ജിദി, പള്ളിയുടെ 2 വാതിലുകൾ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം കേട്ടോ. ബാബാനി അൽ ബൈത്തു ജമീലുൻ, ബാബ അൽ ബൈത്തി ജമീലാനി അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ ഈ വാക്ക് നിങ്ങൾക്ക് ചില ആൾക്ക് ടഫായിരിക്കും, എന്നാലും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇവിടെ ബാബാനി 2 വാതിൽ എന്നില്ലേ. അപ്പോൾ ഇവിടെ ജമീൽ ഭംഗികളെന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യണം? ഈ ഒന്നാമത്തെ വാക്കിൻ്റെ അതേപോലെ തന്നെ ജമീലാനി എന്ന് വന്നു. അപ്പോൾ അവിടെ എന്താണ്? കിതാബാനി അദ്ദാരിസു എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ആദ്യം ഈ ഭാഗം നോക്കുമ്പോൾ കേട്ടോ, ഈ ഭാഗം നോക്കാം. ഈ ഭാഗം നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് സാറ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ എന്ത് ചെയ്യണം? കിതാബാനിയിൽ കൂട്ടി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ വാക്കിന് നൂന് ഒഴിവാക്കണം, കിതാബ എന്ന് കൊടുത്തു അല്ലേ. കിതാബ അദ്ദാരിസി എന്നായി, കിതാബ അദ്ദാരിസി എന്നായി കേട്ടോ. കിതാബ അദ്ദാരിസി എന്ന് കൊടുത്തില്ലേ, കിതാബ അദ്ദാരിസി. ഇനി ഇവിടെ ജദീദ് എന്നുണ്ടല്ലോ, ജദീദ് എന്ത് ചെയ്യണം? എന്താണ് പുതിയത്? പുസ്തകമാണല്ലോ പുതിയത് വരെ അല്ലേ. അപ്പോൾ ഈ പുസ്തകം 2 ഇല്ല, അപ്പോൾ ജദീദ് എന്നുള്ള എന്ത് ചെയ്യണം? 2. അപ്പോൾ ഒന്നാമത്തതിൻ്റെ അതേ സ്ട്രക്ചറിൽ ഇതിനെ എഴുതണം. കിതാബാനി എന്നല്ല വരുന്നത്. അപ്പോൾ ജദീദിന് എന്ത് ചെയ്യണം? ജദീദാനി എന്ന് എഴുതണം. ജദീദാനി. ക്ലിയർ ആയല്ലോ? അപ്പോൾ കിതാബ അദ്ദാരിസി ജദീദാനി അല്ലേ. കുട്ടിയുടെ 2 പുസ്തകങ്ങൾ പുതിയതാണ്. അപ്പോൾ ഇവിടെ എന്ത് ശ്രദ്ധിക്കേണ്ടത്? ഇത് ഏതിൻ്റെ സ്ട്രക്ചറിൽ എഴുതിയാൽ മതി? ഈ ഒന്നാമത്തേൻ്റെ അതേ സ്ട്രക്ചറിൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഇനി ഇത് മൂന്നാമത്തെ നമുക്ക് നോക്കാം അല്ലേ. മനാറത്താനി. അപ്പോൾ മനാറത്താനി, അപ്പോൾ നമുക്ക് എന്ത് പാടില്ല?
മനാറത്താനി ആകുമ്പോൾ അവർ രണ്ടെണ്ണം സൂചിപ്പിക്കുന്ന അല്ലേ, മനാറത്താനി നൂന് പറ്റുമോ? രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്ന നൂന് ഫസ്റ്റ് രണ്ട് വാക്കിനെ കൂട്ടി എഴുതുമ്പോൾ ഫസ്റ്റിനെ ഒഴിവാക്കണം. അപ്പോൾ മനാറത്ത എന്നായി അല്ലേ. മനാറത്ത അൽ മസ്ജിദി, മനാറത്ത അൽ മസ്ജിദി. ഇതിനെന്ത് ചെയ്യണം? മസ്ജിദിന് നമ്മൾ രണ്ടാമത്തെ റൂൾ പ്രകാരം എന്ത് ചെയ്യണം? കെസ്ർ കൊടുക്കണം. മനാറത്ത മസ്ജിദ്. ഇനി നമുക്ക് ഇതാണ് ആഡ് ചെയ്യണം, തൊവീലത്ത് ആഡ് ഉള്ളത്. ഇവിടെ മനാറത്താനി ആയതുകൊണ്ട് തൊവീലത്ത് എന്താവണം? തൊവീലത്താനി എന്നാക്കണം അല്ലേ. തൊവീലത്താനി എന്നാക്കാം. തൊവീലത്താനി. എന്തുകൊണ്ട് തൊവീലത്താനി ആയത്? ഈ തൊവീലത്താനിനെ എന്ത് ചെയ്യണം? ഈ ഒന്നാമത്തതിൻ്റെ വിശേഷണമാണ് മനാറത്ത്. ഈ മനാറത്തിന് പള്ളിയുടെ മിനാരത്തിനാണ് പറയട്ടോ. ഈ ഒന്നാമത്തത് നീളമുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ശരിക്കും ഇവിടെ എന്തുകൊണ്ട് നൂനില്ലാത്തത്? ഈ റൂള് വരുന്നതുകൊണ്ടാണ്. ശരിക്കും നൂനുണ്ട്, കൂട്ടി എഴുതിയോണ്ട് നൂന് പോയതാണ്. പക്ഷേ ഇതിനെന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ തൊവീലത്ത് എന്നുള്ളതിന് ഇങ്ങനെ മൂന്നാമത്തേന് വരികയാണെങ്കിൽ ചെയ്യേണ്ടത് ഒന്നാമത്തേനെ സ്ട്രക്ചറിലേക്ക് എഴുതാൻ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ വേഗം കിട്ടും. മനാറത്ത അൽ മസ്ജിദി തൊവീലത്താൻ. അപ്പോൾ ഇതൊരു നല്ല ടഫുള്ളൊരു ഗ്രാമറ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ മനസ്സിലാവാത്തൊരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.